സ്കൂളിംഗ് പഠിച്ചത് ഒരു ഗവൺമെന്റ് സ്കൂളിലാണ്. അവിടെ ആകുമ്പോൾ ഫുള്ള് രാഷ്ട്രീയവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫൺ രീതിയിലാണ് ഞാൻ വന്നതൊക്കെ. അത് 5th മുതൽ 12th വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് എലക്ഷൻ, SFI, KSU, AVP, പിന്നെ നേബിൾ അറിയും. അതായത് ഇപ്പൊ ഇവിടെ വോട്ട് കിട്ടാൻ നമ്മൾ ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങൾ കൊടുക്കണം. നമ്മൾ ആ സമയത്ത് നേബിൾ അറിയോ? നേബിൾ എന്ന് വെച്ചാൽ അതായത് നമ്മൾ ബുക്കിൽ ഒട്ടിക്കണ, അത് പണ്ട് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട്, അതായത് സ്റ്റിക്കർ അല്ല, നമ്മൾ അരിയൊക്കെ ഒട്ടിച്ചിട്ടാണ് ഒട്ടിക്കാൻ. അതില് മോഹൻലാലിന്റെ പടം ഉണ്ടാവും, മമ്മൂട്ടിയുടെ പടം ഉണ്ടാവും. അത് ഇന്റർവെൽ ആകുമ്പോൾ വിതരണം ചെയ്യും. അപ്പോൾ അത് ഓടിപ്പോയി പറക്കണം. അങ്ങനെ അത് ആരുടെ കയ്യിൽ ഏറ്റവും കൂടുതലുണ്ട് അവർക്കാണ് ക്ലാസ്സിൽ വോട്ട് കിട്ടുക. അങ്ങനെ 5th ലും 6th ലൊക്കെ അങ്ങനെയാണ് എൻ്റെ സ്കൂളിങ്. ആ സമയത്ത് ഫുള്ള് എലക്ഷൻ, AVP, SFI, അത് കഴിഞ്ഞ് നേരെ പോണ കോയമ്പത്തൂരാ. അപ്പോൾ കൂട്ടുകാരൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് പറഞ്ഞ കാരണം മാത്രം എനിക്കും തോന്നി ആഗ്രഹമുണ്ട്, സ്വപ്നങ്ങളുണ്ട് കേട്ടോ. സ്വപ്നങ്ങൾ പിടിച്ചാൽ കിട്ടാത്ത സ്വപ്നങ്ങളായിരുന്നു. പക്ഷെ പഠിക്കില്ല വിട്ടു. പക്ഷെ ഇവർ പഠിക്കുന്ന കാരണം അങ്ങനെ ഞാൻ പഠിച്ചത് കർപ്പകം യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ്. അങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്ത്. പക്ഷെ കോളേജ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് എന്താ പറയുക, അറ്റൻഡൻസ് 1 മണിക്കൂർ അല്ലെ ഒരു 5 മിനിറ്റ് ലേറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ പുറത്താക്കും, ക്ലാസ്സിലിരുത്തില്ല. ഭയങ്കര സ്ട്രിക്റ്റ്. പുലിയായി പോയിട്ട് ഫസ്റ്റ് ബെഞ്ചിൽ മുടി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ പുറത്താക്കൂ, കാരണം തനിൻ്റെ കൂടെ ഒക്കെ ഇരുത്താൻ എന്തായാലും പുറത്താക്കൂ. കോളേജിൽ കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇലക്ഷനിൽ നിന്നിട്ടുണ്ടോ, മത്സരിച്ചിട്ടുണ്ടോ? അത് പറ, അതിന്റെ ഒരു കഥയെല്ലാം പറ, അതല്ലേ രസം. അത് 11th പഠിക്കുമ്പോൾ അത് ക്ലാസ് ലീഡർ ആയി. എന്നിട്ട് 5th മുതൽ 10th വരെ പഠിക്കുമ്പോൾ തന്നെ ആ സ്കൂളിലത്തെ നമ്മളൊരാളായി മാറിയല്ലോ. 11th 12th പിന്നെ പുറത്തുനിന്നുള്ള പിള്ളേരാണ് വരാം അവിടെ. അപ്പൊ അവരുടെ മുമ്പിൽ നമ്മൾ ഇത്ര നാൾ പഠിച്ചല്ലേ, അപ്പൊ പിന്നെ വെറുതെ എന്തിനാ കളയണേ, നമ്മൾ തന്നെ ലീഡർ ആവട്ടെ എന്നുള്ള രീതിയിൽ അഹങ്കാരം. അതും പക്ഷേ ഇലക്ഷൻ ഇങ്ങനെയൊക്കെ തന്നെ. അതായത് SFI, KSU, AVP അങ്ങനത്തെയാണ്, പഠിപ്പിസ്റ്റുകളല്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്ന പഠിപ്പ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ സൈഡിലില്ല. സത്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ മത്സരിക്കുന്ന സമയത്ത് നിങ്ങളെങ്ങനെ ചുള്ളനായിരുന്നു വെച്ചാൽ അത് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു തോന്നുന്നു. നമ്മളങ്ങനെ മനസ്സിൽ ചിന്തിക്കണം. നമ്മൾ ആര് കളിയാക്കി കഴിഞ്ഞാൽ നമ്മളെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ എപ്പോഴും. അല്ല, അപ്പോൾ അന്ന് നിങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. വീടിൻ്റെ അവിടെ നിന്ന് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നേരെ അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ ഡ്രസ്സിങ്ങും ബാഗൊക്കെ ഞാൻ ഫുള്ള് നമ്മൾ അന്നത്തെ സ്റ്റൈലൊക്കെ മറ്റേ ഇങ്ങനത്തെ ബാഗായിരുന്നു. ഇങ്ങനത്തെ ബാഗ്, അത് കളർഫുള്ള് സാധനം മേടിക്കും. എന്നിട്ട് മുടിയൊക്കെ സ്പൈക്കാക്കി ബസ് സ്റ്റോപ്പിൽ പോയിട്ട് നിൽക്കും. സാധാരണ ബസ് വരുമ്പോൾ പോവില്ല. അങ്ങനെ ഒരു 2-3 ബസ് വരുമ്പോൾ വന്ന് പോയതിന് ശേഷം പോവുള്ളൂ. കാരണം അവിടെ ഒക്കെ ഒന്ന് എല്ലാവരും കണ്ട് എല്ലാവരും അറ്റൻഡ് ചെയ്ത് ഈ എല്ലാവരെയും കണ്ടെന്ന് പെൺപിള്ളേരെ കണ്ട് പോകും. സ്കൂളിൻ്റെ സംഭവങ്ങൾ അങ്ങനെയായിരുന്നു. പിന്നെ നമ്മുടെ സ്കൂള് ഓവറോൾ ചാമ്പ്യൻസ് ആയിരുന്നു ഈ സ്പോർട്സിലൊക്കെ. അപ്പോൾ എല്ലാ സ്പോർട്സ് പിള്ളേരും നമ്മുടെ സ്കൂളിലുണ്ട്. അപ്പോൾ 11th ഒക്കെ ആയ സമയത്ത് എന്താ ചെയ്തത് വെച്ചാൽ ക്ലാസ് ലീഡറുമായി പിന്നെ നമ്മുടെ പിള്ളേരുകളാണ് എല്ലാം ചുറ്റുമുള്ളത്. അപ്പോൾ വോളിബോൾ, ഹോക്കി ആയിക്കോട്ടെ, എല്ലാത്തിലും ഇവർ തന്നെ വിന്നേഴ്സ് ആവാം. അപ്പോൾ ഞാൻ എല്ലാത്തിലും പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ആവും, സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. അങ്ങനെ എനിക്ക് അവിടെ സീറ്റ് കിട്ടാൻ തന്നെ കാരണം ഈ 10th ഈ സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ വെച്ചിട്ടാണ് കിട്ടിയത്. അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ വല്ല പ്രൈവറ്റ് സ്കൂളിൽ പോയി പഠിക്കേണ്ടത് തന്നെ. അവിടെ പഠിച്ച കാരണം എനിക്ക് എന്തുണ്ടായി, അവിടുത്തെ എൻ്റെ ചുറ്റുമുള്ള കൂട്ടുകാരുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എഞ്ചിനീയറിങ്ങും ഡോക്ടറും ഇങ്ങനത്തെ സംഭവങ്ങളായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എനിക്കും തോന്നി, ഓക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതാണ് ആവാൻ പോണത്, അപ്പോൾ എനിക്കും അതാവണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പറയണത്. ഉമ്മ ഇപ്പോൾ എനിക്ക് എഞ്ചിനീയർ ആവണം. അപ്പോൾ അവർ നീ എഞ്ചിനീയർ ആവോ, കാരണം പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വന്നിട്ട് തന്നെ അവർക്കൊരു ആയോ എഞ്ചിനീയറിംഗ് ആയി. എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.